അപ്പോൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം, നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്നോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങളുടെ യൂട്യൂബ് ചാനൽ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, അതിന് അലൗഡഡ് ആയിട്ടുള്ള ടൂൾസ് ഏതൊക്കെയാണ്, റെപ്യൂട്ടഡ് ടൂൾസ് ഏതൊക്കെയാണ്, എങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ കൂട്ടാം, വ്യൂവേഴ്സ് എങ്ങനെ കൂട്ടാം, ഇതുപോലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെയുള്ളവർക്കുള്ള ഒരു ഉത്തരമാണ് ഈ വീഡിയോ. യൂട്യൂബിൻ്റെ തന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ടൂളിനെ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഈ ടൂളിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ. ട്യൂബഡി എന്ന് പറയുന്ന യൂട്യൂബിൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ടൂൾ, അതല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ടൂളാണിത്. ഈ ടൂൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലുള്ള ഗ്രോത്ത് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ ഈ ട്യൂബഡി ടൂൾ നിങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് യൂട്യൂബേഴ്സ് യൂസ് ചെയ്യുന്നതാണിത്. പലരും ഇത് ഡിസ്ക്ലോസ് ചെയ്യാറില്ല. ട്യൂബഡി എന്ന് പറയുന്ന ഒരു ടൂളിനെ കുറിച്ച് യൂട്യൂബ് സർട്ടിഫൈഡ് ആണോ അല്ലയോ എന്നൊന്നും ചിലപ്പോൾ നമുക്കറിയത്തില്ലായിരിക്കാം. യൂട്യൂബ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ടൂളുകളുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിൽ അത് സർട്ടിഫൈഡ് ആണ് എന്നുള്ളതുണ്ടാവും. വളരെ പോപ്പുലർ ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ആ ടൂൾ ഉപയോഗിക്കുന്നതും അതിൻ്റെ റിവ്യൂസും അവരുടെ വെബ്സൈറ്റിൽ കാണും. ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് യൂട്യൂബ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. യൂട്യൂബിൽ ട്യൂബഡി അതുപോലെ തന്നെ വിഡേക്യൂ, ഈ രണ്ട് ടൂളുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ട്യൂബഡി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ട്യൂബഡി ഉപയോഗിക്കാനുള്ള മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ട്യൂബഡിക്ക് മൊബൈലിൽ ആപ്പ് ഉണ്ട്. നമുക്ക് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് മൊബൈലിലും അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള കമൻസ് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണിത്. യൂട്യൂബ് ചാനലിൽ തുടക്കക്കാരാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കിട്ടാതെ സ്ട്രഗിൾ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം. ഈ ടൂൾ നിങ്ങൾ ഉപയോഗിക്കുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ട്യൂബഡിയുടെ ആപ്പിൻ്റെ ലിങ്ക്. അത് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. കൂടുതൽ റിവ്യൂ കാണാനായിട്ട് ഈ വീഡിയോ മുഴുവനായി കാണുക. ഇതിൻ്റെ ഫ്രീ വേർഷനും പെയ്ഡ് വേർഷൻ്റെയും രണ്ടിൻ്റെയും റിവ്യൂ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീയിൽ എന്തൊക്കെ കിട്ടുമെന്നും പെയ്ഡിൽ എന്തൊക്കെ കിട്ടുമെന്നും വ്യക്തമായി മനസ്സിലാക്കാം. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ കാണുന്നതാണ് ട്യൂബഡിയുടെ വെബ്സൈറ്റ്. ഇതിൽ തന്നെ ഈ കാണുന്നതെല്ലാം ഒരുപാട് യൂട്യൂബേഴ്സാണ്, പോപ്പുലർ ആയിട്ടുള്ള യൂട്യൂബേഴ്സാണ്. നിങ്ങൾ ഈ വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ കാണുന്നത് ഇത് യൂട്യൂബ് സർട്ടിഫൈഡ് ആണ്. യൂട്യൂബ് സർട്ടിഫൈഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളിൽ യൂട്യൂബിൻ്റെ സർട്ടിഫൈഡ് എന്നുള്ള ലോഗോ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ട്രസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ കാണുന്നതെല്ലാം അതിൻ്റെ കുറേ ഫീച്ചേഴ്സാണ്. ഇനി നിങ്ങൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് അവിടെ സൈഡിൽ കാണുന്ന സൈൻ ഇനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യാനായിട്ട് പറയും. നമ്മൾ ഏത് യൂട്യൂബ് ചാനലാണോ നമുക്ക് കണക്ട് ചെയ്യേണ്ടത് ആ അക്കൗണ്ട് ഉപയോഗിച്ച് നമ്മൾ സൈൻ ഇൻ ചെയ്യണം. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു വൈഫിൻ്റെ മെയിൽ ID ഉപയോഗിച്ച് ഞാനൊന്ന് സൈൻ ഇൻ ചെയ്യുകയാണ്. അപ്പോൾ വൺസ് നമ്മൾ ട്യൂബഡിക്ക് അകത്തേക്ക് ഫസ്റ്റ് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ചാനൽ കണക്ട് ചെയ്യാനായിട്ടാണ് ആദ്യം പറയുക. വൺസ് നമ്മളുടെ അക്കൗണ്ട് ഉപയോഗിച്ച് നമുക്ക് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ, പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ കാണാം എന്തൊക്കെ സ്റ്റെപ്പുകളാണ് എടുക്കേണ്ടതെന്ന് അറിയാം. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന ആഡ് ചാനൽ എന്നുള്ള ഏരിയയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ മെയിൽ IDയിലുള്ള ചാനലുകൾ ഏതൊക്കെയാണെന്നുള്ളത് കാണിക്കും. അതിലേത് ചാനലാണോ നമുക്ക് ട്യൂബഡിയിൽ കണക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ പ്രത്യേകം എഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിച്ചു നോക്കുക. ട്യൂബഡി വാണ്ട്സ് ടു ആക്സസ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നാണ്. അതുകൂടാതെ മേക്ക് ഷുവർ യു ട്രസ്റ്റ് ട്യൂബഡി, നമുക്കൊരു വിശ്വാസം ഉണ്ടാവണമെന്നുള്ളത്. കാരണം വേറൊന്നുമല്ല, അതിനെക്കുറിച്ച് ശരിക്കും അന്വേഷിച്ചിട്ട് മാത്രം ചെയ്താൽ മതി. ഒരുപാട് യൂട്യൂബേഴ്സ് ഉപയോഗിക്കുന്നതാണ്. ധൈര്യമായി നമുക്ക് ഇത് കണക്ട് ചെയ്യാം നിങ്ങളുടെ യൂട്യൂബ് ചാനലുമായിട്ട്. ഇവിടെ ഈ കാണുന്നതിൽ ഡിമ്മായി കിടക്കുന്ന ഏരിയകളെല്ലാം നമുക്ക് പെയ്ഡ് വെർഷനിലേ കിട്ടുള്ളൂ. ബാക്കി ഏരിയാസൊക്കെ നമുക്ക് ഫ്രീ വേർഷനിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഫങ്ഷൻസും നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് ഫങ്ഷൻസ് നമുക്കിന്നിവിടെ മനസ്സിലാക്കിയെടുക്കാം. അതുപോലെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, ട്യൂബഡി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത് ഏത് മെയിലിലാണെന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. മറ്റേതെങ്കിലും മെയിലിലേക്കാണെങ്കിൽ അവിടെ എഴുതി കൊടുക്കാം. അതുപോലെ ഇവിടുത്തെ പല ഫീച്ചേഴ്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്താലും മനസ്സിലാകും. അവിടെ നമുക്ക് 14 ദിവസത്തെ ഒരു ഫ്രീ ട്രയൽ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ട്രയൽ ഉപയോഗിക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ പെയ്ഡ് ഫീച്ചേഴ്സ് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാം. പല ഫീച്ചേഴ്സും നമ്മൾ പെയ്ഡ് ആക്കിയാലാണ്, എന്നാൽ ഫ്രീ ആയിട്ടുള്ള ഫീച്ചേഴ്സും ഉണ്ട്. അത് നമുക്ക് യൂസ്ഫുള്ളാണ്. നല്ല രീതിയിൽ യൂട്യൂബ് ചാനൽ ചെയ്യണമെന്നുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഇത് അപ്ഗ്രേഡ് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ലൈസൻസ് എടുക്കുക എന്ന് പറയുമ്പോൾ സ്റ്റാർ ലൈസൻസ് ആണ്. അതിൽ നമുക്ക് കുറച്ച് കീവേഡ് ട്രാക്കിങ് മാത്രമാണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ മറ്റുള്ള പെയ്ഡ് പ്ലാനുകൾ. അതിൽ ഫ്രീ പ്ലാനിൽ എന്തൊക്കെ കിട്ടും എന്നുള്ളത് ഇവിടെ തന്നെയുണ്ട്. നിങ്ങളതിൻ്റെ
പ്ലാനിൻ്റെ അല്ലെങ്കിൽ പ്രൈസിങ്ങിൻ്റെ ഏരിയയിൽ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ ഫ്രീയിലുണ്ട് എന്നുള്ളത്. അതുപോലെ പെയ്ഡ് പ്ലാനിൽ എന്തൊക്കെ നമുക്ക് ലഭിക്കുമെന്നുള്ളത്. അതിൽ പ്രോ, സ്റ്റാർ, ലെജൻഡ് എന്ന് പറയുന്ന 3 വ്യത്യസ്തമായിട്ടുള്ള പെയ്ഡ് പ്ലാനുകളുണ്ട്. അതിൽ സ്റ്റാർ ലെവലെങ്കിലും എടുത്താൽ കുറേ ഫീച്ചേഴ്സ് കിട്ടും. ഇനി അതല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബറിൽ കുറവാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ, അപ്പോൾ അവരൊരു ഡിസ്കൗണ്ട് തരുന്നുണ്ട്. നമുക്ക് പകുതി പൈസയ്ക്ക് നമ്മുടെ ചാനൽ നമുക്ക് കണക്ട് ചെയ്യാം. ഒരു മാസത്തെ എമൗണ്ടാണ്. ഇനി അതല്ല, നമ്മൾ ഒരു വർഷത്തേക്ക് ഒരുമിച്ച് പേയ്മെൻറ്റ് കൊടുക്കാമെന്നാണെന്നുണ്ടെങ്കിൽ $7.20 അതിന് നമുക്ക് നമ്മുടെ ചാനൽ കണക്ട് ചെയ്യാം. ഇവിടെ ഇതിൻ്റെ ഇൻസ്റ്റാൾ ക്രോം എക്സ്റ്റൻഷൻ ഉണ്ട്. അതായത് നമ്മൾ ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ ഈ ക്രോം എക്സ്റ്റൻഷൻ ഉപയോഗിക്കണം. അത് ഉപയോഗിച്ചാൽ അതിൽ ക്രോം ഉണ്ട്, അതുപോലെ എല്ലാ ബ്രൗസേഴ്സും ഉണ്ട്, അതുകൂടാതെ ആപ്പും ഉപയോഗിക്കുന്നുണ്ട്. ക്രോം എക്സ്റ്റൻഷൻ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ട്യൂബഡിയുടെ തന്നെയാണെന്നുള്ളത്. അതിൻ്റെ ഉപയോഗിക്കുന്ന ആളുകളുടെ എത്ര യൂസേഴ്സ് ഉണ്ടെന്നുള്ളതും അതിൻ്റെ ആപ്പിനുള്ള റിവ്യൂ എത്രത്തോളം ഉണ്ടെന്നുള്ളതും അവിടെ കാണാം നിങ്ങൾക്ക്. നിങ്ങളത് ആഡ് ടു ക്രോം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആഡ് ടു ക്രോം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്രോമിൽ ഈ ഒരു ഏരിയയിൽ അതിൻ്റെ എക്സ്റ്റൻഷൻ ആഡ് ആയിട്ടുണ്ടാകും. അങ്ങനെ ആഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ യൂട്യൂബ് ചാനൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ട്യൂബഡിയുടെ സപ്പോർട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഈ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് റിഫ്രഷ് ചെയ്യുകയാണ്. റിഫ്രഷ് ചെയ്യുമ്പോൾ നമുക്കവിടെ ട്യൂബഡിയുടെ ഒരു സിമ്പൽ വരും. ഈ കാണുന്നത് പോലെ ഒരു സിമ്പിൾ വരും. വൺസ് നമ്മുടെ സിമ്പിൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നമ്മൾ കണക്ട് ചെയ്ത യൂട്യൂബ് ചാനൽ ഏത് മെയിൽ ഐ ഡി ഉപയോഗിച്ചാണോ അത് ഉപയോഗിച്ച് ഒന്നും കൂടി ആ എക്സ്റ്റൻഷൻ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഏത് ചാനലാണെന്ന് ചോദിക്കും. നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത ചാനൽ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കുക. വൺസ് നമ്മളങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മളുടെ ചാനലിലെ പല ഫീച്ചേഴ്സും നമുക്കിവിടെ വിസിബിൾ ആവുകയുള്ളൂ. ട്യൂബഡി ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പല ഫീച്ചേഴ്സും ഇതിൽ നിങ്ങൾ നോക്കുക. ഇത് സ്റ്റാർട്ടറാണ്, ലൈസൻസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടറാണ്. ഇതിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ കോമ്പറ്റീറ്റർ ട്രാക്കിംഗ്, അതുപോലെ മോണിറ്റൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, നല്ല ടാഗുകൾ ഏതൊക്കെ, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഏതൊക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ ട്യൂബഡിയുടെ തന്നെ ഡാഷ്ബോർഡിൻ്റെ ഏരിയ, നമ്മളപ്പുറത്ത് കണ്ട അവരുടെ വെബ്സൈറ്റിൽ കണ്ട ഡാഷ്ബോർഡിൻ്റെ ഏരിയ ഇവിടെ ഇതുവഴിയും നമുക്കതിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ക്യാൻഡ് റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ക്യാൻഡ് റെസ്പോൺസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഒരു ഡിഫോൾട്ടായിട്ടൊരു മെസ്സേജ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നു. ഇപ്പോൾ താങ്ക്സ് ഫോർ കമൻറ്റിങ് എന്നുള്ളൊരു മെസ്സേജ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഏത് സമയത്തും നമുക്ക് നമ്മളുടെ വ്യൂവേഴ്സിന് വേണ്ടി കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി നമ്മളുടെ ചാനലിലെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വന്നിരിക്കുന്ന വ്യക്തിയുടെ ചാനലിൻ്റെ പേരിൽ തന്നെ കമൻറ്റ് ഓട്ടോമാറ്റിക്കലി റിപ്ലൈ കൊടുക്കണമെങ്കിൽ ഈ കാണുന്ന രീതിയിൽ നിങ്ങൾ ബ്രാക്കറ്റിൽ എന്നിട്ടതിന് ശേഷം നമുക്കുള്ള മെസ്സേജ് എന്താണോ നമുക്കത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കത് സേവ് ചെയ്യാം. ഫ്രീ വേർഷൻ ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഫ്രീ വേർഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു ക്യാൻഡ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു റിപ്ലൈ മാത്രമേ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പെയ്ഡ് വേർഷൻ ആക്കിയാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ, ലൈക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നു, അങ്ങനെ പല രീതിയിൽ കൊടുക്കാം. ഇപ്പോൾ വൺസ് നമ്മൾ സേവ് ചെയ്ത ഒരു ക്യാൻഡ് റെസ്പോൺസ് സേവ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഒരു വീഡിയോയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കമൻസിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ട്യൂബഡിയുടെ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ട്യൂബഡി തരുന്നുണ്ട്. കമൻറ്റ്സ് ഫിൽട്ടർ ചെയ്യാൻ നിങ്ങൾ ഓരോന്നും നോക്കുക. ഇതിൽ നമ്മളിപ്പോൾ ചെയ്തത് ഒരു ക്യാൻഡ് റെസ്പോൺസാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ട്യൂബഡിയുടെ ഒരു എക്സ്റ്റൻഷൻ്റെ കമൻറ്റിൻ്റെ ഏരിയ അവിടെ കാണാം. അവിടെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാൻഡ് റെസ്പോൺസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾ നോക്കുക, ഓട്ടോമാറ്റിക്കലി നമ്മളവിടെ ടൈപ്പ് ചെയ്ത മെസ്സേജ് വന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് മൊബൈൽ ഫോണിലൂടെയും സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. മൊബൈൽ ഫോണിൽ ഇതിൻ്റെ ആപ്പ് ഉപയോഗിച്ചാൽ നമ്മൾ സേവ് ചെയ്ത് വെച്ച ക്യാൻഡ് റെസ്പോൺസ് നമ്മുടെ വ്യൂവേഴ്സിന് കമൻറ്റ് ചെയ്ത് റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കും. അതിലും പലരെയും നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഇനി വീണ്ടും നമുക്ക് നമ്മുടെ വീഡിയോസിൻ്റെ ഏരിയയിലേക്ക് വരാം. ഇനി നമുക്കൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാനായിട്ട് കയറാം. എഡിറ്റ് ചെയ്യാൻ കയറുമ്പോൾ ട്യൂബഡിയുടെ ഭാഗത്തു നിന്നുള്ള എന്തൊക്കെ ഹെൽപ്പുകളാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കുക, തംബ്നെയിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ട്യൂബഡി തരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പെയ്ഡ് വേർഷൻ നമ്മൾ എടുത്താൽ നമുക്ക് കിട്ടുന്ന
പല ഫീച്ചേഴ്സും അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. പെയ്ഡ് വേർഷൻ എടുത്താൽ നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഞാനൊരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ തംബ്നെയിൽ വെച്ച് തന്നെ വേണമെങ്കിൽ എടുക്കാം. ഇനി അതല്ല നമുക്കൊരു സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ അത് അങ്ങനെ ഉപയോഗിക്കാം. നമുക്ക് പുതിയൊരു ഇമേജ് അവിടെ ആഡ് ചെയ്യാം. ജസ്റ്റ് നമുക്ക് ചില സ്മൈലികളൊക്കെ വെച്ച് നമുക്ക് എന്താണെന്ന് വെച്ചാൽ എഴുതി കൊടുത്ത് പെട്ടെന്ന് നമ്മളുടെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനുണ്ട്. നമുക്ക് നമ്മളുടെ രീതിയിലുള്ള മലയാളം ഫോണ്ടുകൾ ആഡ് ചെയ്യണമെങ്കിൽ ഇത് പെയ്ഡ് ആക്കിയാൽ നമുക്ക് നമ്മുടെ ഫോണ്ടുകൾ അപ്ലോഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ തംബ്നെയിലുകൾ ഉപയോഗിക്കുകയോ അതെങ്ങനെയായിരിക്കും പ്രിവ്യൂ അത് വരിക, മറ്റുള്ള സെർച്ചിൽ അതെങ്ങനെയായിരിക്കും വരിക എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് മറ്റുള്ളവരുടെ തംബ്നെയിലുമായിട്ട് അതെങ്ങനെയുണ്ടെന്നുള്ളത് ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്താൽ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതെല്ലാം നമുക്കിവിടെ ട്യൂബഡി കാണിച്ചു തരും. ഇനിയുള്ളത് നമ്മളുടെ ടാഗുകളെ കുറിച്ചാണ്. നമ്മുടെ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന ടാഗുകൾ കോപ്പി ചെയ്തെടുക്കാനോ അത് ഒറ്റയടിക്ക് നമുക്ക് കോപ്പി ചെയ്തെടുത്തിട്ട് മറ്റൊരു വീഡിയോയിലേക്ക് അപ്ലൈ ചെയ്യാനോ ഒക്കെയുള്ള സഹായം നമുക്ക് ട്യൂബഡിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ടാഗുകൾ മാത്രമല്ല, നമ്മളെ വീഡിയോ കാണുന്ന മറ്റുള്ള ആളുകളുടെ ടാഗുകൾ നമുക്കിതുപോലെ കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി നമ്മളുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായ ടാഗുകൾ എങ്ങനെ കണ്ടെത്താം? സെർച്ചും വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂടണമെങ്കിൽ നല്ല ടാഗുകൾ ഉപയോഗിക്കണം. അതിനുവേണ്ടി നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന ടാഗുകൾ, സജസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ, അങ്ങനെ നമുക്ക് ഈ ഒരു ടാഗ് ഉപയോഗിച്ചപ്പോൾ നമുക്ക് കിട്ടിയ വ്യൂസ്, അങ്ങനെ പല കാര്യങ്ങളും ഇവരിവിടെ വ്യക്തമാക്കി തരും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ചാനൽ കയറ്റിക്കൊണ്ട് വരാനായിട്ട് ഒരാളുടെ സഹായത്തോടു കൂടി പോകുന്നത് പോലെ നമുക്ക് ട്യൂബഡി ഉപയോഗിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഫ്രീ വെർഷനാണ് ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രീ വെർഷനിൽ തന്നെ നിങ്ങൾക്ക് ഇത്രയും ഫീച്ചേഴ്സ് ട്യൂബഡി ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇതിൻ്റെ ഫ്രീ വെർഷനാണ്. ഫ്രീ ആയിട്ട് ഒരാൾക്ക് എങ്ങനെ ട്യൂബഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. ഇനി ഇതിൻ്റെ പെയ്ഡ് വെർഷനുണ്ട്. അതിൻ്റെ പല ലെവലുകളുണ്ട്. ആ 3 ലെവലുകൾ ഫ്രീ വെർഷൻ ഉണ്ട്. അതുകൂടാതെ 3 ലെവലുണ്ട്. അതിൽ ഏറ്റവും ഹൈ എൻഡ് ലെവലായിട്ടുള്ള ലെജൻഡ് ലെവൽ, അതിന് $49 ഒരു മാസം നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. ആ വെർഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളത് നോക്കുക. ഞാനതിൻ്റെ വേർഷൻ കാണിക്കാം. $49 കൊടുത്തില്ലെങ്കിലും ബേസിക് ആയിട്ടുള്ളൊരു പ്ലാൻ അപ്ഗ്രേഡ് ചെയ്താൽ ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. ട്രൈ ചെയ്ത് നോക്കുക. ഒരു മാസമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഫീച്ചേഴ്സ് യൂസ് ചെയ്ത് നോക്കുക. ഒരു തവണ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരത്തില്ല. ഫ്രീ വേർഷൻ ആയിരുന്നു ആദ്യം ഞാൻ ഉപയോഗിച്ചത്. അതിനുശേഷം ജസ്റ്റ് ഒരു മാസം പെയ്ഡ് ആക്കി നോക്കി. അപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് തോന്നി. അങ്ങനെയാണ് ഏറ്റവും ഹൈ എൻഡ് വേർഷൻ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇതുകൊണ്ട് ഒരുപാട് ഫീച്ചർ ഉണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിന് ഗ്രോ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് എന്നുള്ളതല്ല, എന്ത് കണ്ടന്റ് എപ്പോൾ എങ്ങനെ ചെയ്യണമെന്നുള്ളതിൻ്റെ സജഷൻ, കോമ്പറ്റീറ്റേഴ്സുമായിട്ടുള്ള അനലൈസേഷൻ, ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ പെയ്ഡ് വേർഷനിലുള്ള ഫീച്ചേഴ്സിനെ പറ്റി നോക്കാം. ഇപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെ പെയ്ഡ് വെർഷനാണ്. ഇതിനകത്ത് നിങ്ങളിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും, ഇതിൻ്റെ ലെജൻഡ് എന്ന് പറയുന്ന പ്ലാനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എല്ലാ ഓപ്ഷൻസും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. $49. എല്ലാവരും ഇത് എടുക്കണമെന്നല്ല, എനിക്കതുകൊണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് പ്രോ വേർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രീയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പ്രോയിൽ പോകാം. ലെജൻഡ് വേർഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയം ഒരുപാട് ലാഭിക്കാം. എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇനേബിൾ ആകുമെന്നുള്ളതാണ്. അതിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ഫീച്ചേഴ്സും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുകൂടാതെ തന്നെ ഇവർ തരുന്ന പല ഗ്രാഫിക് ടൂൾസ് ഉണ്ട്. നമുക്ക് ലോവർ തേർഡ്, അതുപോലെ മ്യൂസിക്കുകൾ, അങ്ങനെ പല കാര്യങ്ങൾ ഇവർ വലിയ പല കമ്പനികളുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടി, ഇതിൻ്റെ പെയ്ഡ് പ്ലാൻ എടുക്കുന്നവർക്ക് വേണ്ടി അസോസിയേറ്റ് ചെയ്യുന്നവർക്ക് അവർ നൽകുന്നുണ്ട്. ഇതിൽ ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. എൻ്റെ ഒരു വീഡിയോയിൽ സാധാരണ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കൂടെ വരുന്നുണ്ട്. ഇതുകൂടാതെ ടാഗുകളുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുക, നേരത്തെ നമുക്ക് 3 ടാഗുകളാണ് ഇവിടെ സജഷനിലുണ്ടായിരുന്നത്. ലെജൻഡ് പ്ലാൻ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള പ്ലാനുകൾ എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ടാഗുകൾ നമുക്ക് ട്യൂബഡിയുടെ ഭാഗത്തുനിന്ന് കാണിച്ചു തരും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് എളുപ്പം അത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇത് യൂട്യൂബ് SEO ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് സഹായമാണ്. യൂട്യൂബ് വീഡിയോയിൽ ലക്ഷക്കണക്കിന് വ്യൂസ് കൊണ്ടുവരുന്നത് മാത്രമല്ല, യൂട്യൂബ് SEO എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റിനെ പറ്റി സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ മുകളിലേക്ക് വരണമെന്നുള്ളത്. ഇപ്പോൾ കാണുന്നത് A/B ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ വീഡിയോയുടെ ടൈറ്റിലും അതുപോലെ തന്നെ തംബ്നെയിലും
ഡിസ്ക്രിപ്ഷനുകളും ടാഗുകളും ഒക്കെ പല രീതിയിൽ മാറ്റി ഒരു ടെസ്റ്റ് നടത്താനുള്ളൊരു സജ്ജീകരണം ട്യൂബഡി നമുക്ക് തരുന്നുണ്ട്. 14 ദിവസത്തേക്ക് ഒരു തംബ്നെയിലിൻ്റെ ടെസ്റ്റാണ് ഇവിടെ ഇപ്പോൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു തംബ്നെയിൽ നമുക്ക് ഇവിടെ മറ്റൊരു തംബ്നെയിലും കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഒരേ സമയം 2 തംബ്നെയിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഈ 2 തംബ്നെയിലുകൾ ഉപയോഗിച്ചപ്പോഴും നമുക്ക് നമ്മുടെ ചാനലിലുണ്ടായ വ്യത്യാസം, ഇവിടെ ഞാൻ ഒരുപാട് എഴുത്തുള്ളതും മറ്റൊരു തംബ്നെയിലും വെച്ചാൽ നമുക്കുള്ള വ്യത്യാസം. ഇനി അതിൻ്റെ മറ്റൊരു ഫീച്ചറാണ് നമ്മുടെ കോമ്പറ്റീറ്ററുമായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളത്. ഇതിലിപ്പോൾ RJU എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ള ഒരു യൂട്യൂബറുടെ ആയിട്ട് നമുക്ക് നമ്മുടെ ചാനൽ അവരുടെ അപ്ലോഡ് ചെയ്യുന്ന സമയം അവരെപ്പോഴൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ചുള്ളൊരു അനലൈസേഷൻ നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് കിട്ടും. നമ്മുടെ ട്യൂബഡി അക്കൗണ്ടിൽ നമുക്ക് അവരുടെ സ്കോർ കാർഡ് ഒന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ ചാനലും RJയുടെ ചാനലും തമ്മിലുള്ള ഒരു അനലൈസേഷൻ നടത്തുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും വ്യൂവേഴ്സ് വരുന്നത് എങ്ങനെ, എത്രത്തോളം ചേഞ്ചസ് ഉണ്ട് നമ്മളുടെ ചാനലും അവരുടെ ചാനലും തമ്മിലുള്ളത്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേരളത്തിൽ പോപ്പുലറായി നിൽക്കുന്നൊരു ചാനൽ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അവരെത്ര വീഡിയോ അപ്ലോഡ് ചെയ്തു, അതുപോലെ നമ്മൾ എത്ര വീഡിയോ അപ്ലോഡ് ചെയ്തു, ഇങ്ങനെയുള്ളൊരു അനലൈസേഷൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള, ഇതെൻ്റെ കോമ്പറ്റീറ്റർ അല്ല, ഞാൻ നിങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള, അതുപോലെ നമ്മുടെ കോമ്പറ്റീറ്ററുടെ ചാനലിൽ ഓരോ ദിവസവും എത്ര വ്യൂസ് വന്നു എന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കും. അവർ ഏതൊക്കെ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അവർക്ക് എത്ര സബ്സ്ക്രൈബർ ഒരു ദിവസം വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാവും. അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ കണ്ടൻറ്റുകൾ പ്ലാൻ ചെയ്യാനും മുൻപോട്ട് പോകാനും സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് 1000 സബ്സ്ക്രൈബറിൽ കുറവാണെങ്കിൽ ഏറ്റവും കുറവ് $3.60 ഒരു മാസം എന്നുള്ള രീതിയിൽ, ഒരു വർഷത്തേക്കെന്നുള്ള രീതിയിൽ അടയ്ക്കുവാണെങ്കിലാണ്. ഒരു മാസത്തേക്ക് അടയ്ക്കാനാണെങ്കിൽ $4.50 വീതം നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ട്യൂബഡിയുടെ പെയ്ഡ് വെർഷനും ഫ്രീ വെർഷനും തമ്മിലുള്ള റിവ്യൂസൊക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ബെസ്റ്റായിട്ടുള്ള ടൂൾസ് യൂട്യൂബ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ കമ്പനികൾ തന്നെ നൽകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കുക. ഫ്രീ ട്രയൽ ഉപയോഗിച്ച് നോക്കുക, ഫ്രീ വെർഷൻ ഉപയോഗിച്ച് നോക്കുക, താല്പര്യമെങ്കിൽ പെയ്ഡ് വെർഷൻ ആക്കുക. ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കണ്ടിരുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ നെക്സ്റ്റ് വീഡിയോ എന്താണെന്ന് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ നമുക്കത് ഡിസ്കസ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാം. അതുപോലെ കമ്മ്യൂണിറ്റി ടാബ് സ്റ്റോറീസ് ഒന്നും ഫോളോ ചെയ്യാൻ മറക്കണ്ട. അവിടെയുമൊക്കെ നിങ്ങളുടെ ആശയങ്ങൾ അവതരിപ്പിക്കാം. നമ്മൾ അത് പ്രകാരം പല വീഡിയോകളും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് വീഡിയോ നിർത്തുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ. സുബിൻ.